ജനിക്കുന്ന ഓരോ മനുഷ്യനും ഓരോ കർത്തവ്യത്തിനായി വിളിക്കപ്പെട്ടവരാണ്. A doctor heals the body, an engineer solves the problems of today for a better tomorrow, an artist helps you see beauty, and leaders move nations. But how about a teacher? A teacher plants the first spark that shapes the dreamers, doers, and deciders. നിങ്ങൾക്ക് മുമ്പേ നിങ്ങളുടെ കഴിവുകളെ തിരിച്ചറിഞ്ഞ് നിങ്ങൾക്ക് മുമ്പേ നിങ്ങളിൽ വിശ്വാസം അർപ്പിച്ച ഒരു അധ്യാപകനോ അധ്യാപികയോ നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, അല്ലേ? ആരാണ് കുട്ടികൾക്ക് ദീനാമ ടീച്ചർ? ദീനാമ ടീച്ചർ വരുന്നു എന്ന് കേൾക്കുമ്പോൾ അടങ്ങിയിരിക്കുന്ന കുട്ടികളിൽ ആ അധ്യാപികയോടുള്ള ബഹുമാനം വ്യക്തമായി നമുക്ക് കാണാം. എന്നാൽ അതേ ടീച്ചറിന് ചുറ്റും കളിച്ചു ചിരിച്ച് നടക്കുന്ന കുട്ടികളെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകും ആ ബഹുമാനം ഭയത്തിൽ പൊതിഞ്ഞതല്ല, മറിച്ച് ആത്മാർത്ഥമായ സ്നേഹത്തിൽ പൊതിഞ്ഞതാണെന്ന്. ഉത്സവത്തിന് കളിപ്പാട്ടം വാങ്ങാനായി സ്വരുക്കൂട്ടി വെച്ച തുകയിൽ നിന്ന് ടീച്ചറിനായി കുഞ്ഞു കമ്മലുകൾ വാങ്ങിച്ചും അവധി ദിവസങ്ങളിൽ പോലും ടീച്ചറിനെ കാണാനായി പിടിവാശി പിടിച്ചുകൊണ്ടും പ്ലേ ഗ്രൗണ്ടിൽ ഒപ്പമിരുന്ന് ഊഞ്ഞാലാടിയുമൊക്കെ അവർ ദീനാമ ടീച്ചറിനെ സ്നേഹം കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നു. ഇതിൽ പരം അംഗീകാരം എന്താണ് ഒരു അധ്യാപികയ്ക്ക് വേണ്ടുന്നത്? കോട്ടയം അമ്പഞ്ചേരിയുടെ മടിത്തട്ടിൽ വടകര തോമസിൻ്റെയും ആലിസിൻ്റെയും 6 മക്കളിൽ 5ാമത്തവളായി 1969 നവംബർ മാസത്തിൽ ദീനാമ ടീച്ചർ ജനിച്ചു. നവംബറിൻ്റെ തണുത്ത കാറ്റേറ്റ് ജനിച്ചതിനാലാവാം സമാധാനപ്രിയയും ശാന്ത സ്വഭാവിയുമായി ദീനാമ ടീച്ചർ മാറിയത്. ഇങ്ങനെയൊക്കെ ആണെങ്കിലും ഒഫീഷ്യൽ ബർത്ത്ഡേ ഏപ്രിൽ 11 കേട്ടോ. ഏപ്രിൽ ചൂട് കുരുത്ത കരുത്താണ് ദീനാമ ടീച്ചർക്ക്. ഏത് പ്രതിസന്ധിക്ക് മേലിലും ചിറക് വിരിച്ച് പറക്കാനുള്ള ധൈര്യവും പോസിറ്റീവ് മൈൻഡ് സെറ്റുമുള്ള വനിതയാണ് ദീനാമ ടീച്ചർ. വളരെ സോഫ്റ്റായി പതിഞ്ഞ താളത്തിൽ സംസാരിക്കുമ്പോഴും ശക്തമായ നിലപാടുകളും അഭിപ്രായങ്ങളുമുള്ള വ്യക്തിയാണ് ടീച്ചർ. അതെന്നും വ്യക്തമായും വളരെ ഹമ്പിളായും കൺവേ ചെയ്ത് പോരുകയും ചെയ്യുന്നു. ദീനാമ ടീച്ചറിൻ്റെ കുട്ടികളോടുള്ള സ്നേഹം സ്കൂളിൽ മാത്രമായി ഒതുങ്ങുന്നതല്ല. ഷീ ഗോസ് അബവ് ആൻഡ് ബിയോണ്ട് ഫോർ ഹർ സ്റ്റുഡൻസ്. ഓരോ കുട്ടിക്കും വേണ്ടുന്ന ശ്രദ്ധ നൽകിയും കുട്ടികളെ സ്വന്തം വീട്ടിലേക്ക് ക്ഷണിച്ചും അവരെ കുടുംബത്തിൻ്റെ തന്നെ ഭാഗമാക്കി ടീച്ചർ മാറ്റുന്നു. ടീച്ചറിൻ്റെ സ്വന്തം കുട്ടികൾ വിദേശത്തു നിന്ന് വരുമ്പോൾ പോലും ടീച്ചർ ലീവ് എടുക്കാൻ മടിക്കും. കാരണം ഇത് തൻ്റെ സഹപ്രവർത്തകരിൽ ഉണ്ടാക്കുന്ന ബുദ്ധിമുട്ട് വളരെ വലുതാണ് എന്ന് ടീച്ചർക്ക് അറിയാം. ഷീ വാസ് ഓൾവേസ് കൺസിഡറേറ്റ് ഓഫ് ഹർ ഫെലോ ടീച്ചേഴ്സ് ആൻഡ് സ്റ്റാഫ്. അതുമാത്രമല്ല, ഷീ ഈസ് എ പെർഫെക്ഷനിസ്റ്റ് ടു. ഓരോ റിപ്പോർട്ടും ബില്ലും ഡോക്യുമെൻറ്റും ഒക്കെ വളരെയധികം സൂക്ഷിച്ചാണ് ടീച്ചർ കൈകാര്യം ചെയ്യുന്നത്. ദീനാമ എന്ന ടീച്ചർ അതിഥി സൽക്കാരിയും സ്നേഹനിധിയുമായ തൻ്റെ അമ്മ ആലിസിനെ ഓർമ്മിപ്പിക്കുന്നുവെങ്കിൽ ദീനാമ എന്ന ഹെഡ് മിസ്ട്രസ് കാര്യഗൗരവവും സൂക്ഷ്മനിഷ്ഠയുമുള്ള പിതാവ് തോമസിൻ്റെ പ്രതിബിംബമാണ്. മൂത്ത സഹോദരി കുട്ടിയമ്മ ഒരു കുട്ടിയമ്മയും മൂത്ത സഹോദരൻ ലൂക്കോസ് ഒരു പിതാവിനെ പോലെ വഴികാട്ടിയുമായിരുന്നു ദീനാമ ടീച്ചർക്ക്. കുട്ടിയമ്മയുടെ സ്നേഹത്താണലിലും ലൂക്കോച്ചൻ്റെ ഉപദേശങ്ങളിലും വളർന്ന ദീനാമയ്ക്ക് സ്നേഹവും ശകാരവും ചട്ടമ്പിത്തരവും ഭക്ഷണവുമെല്ലാം ഒരേപോലെ വിളമ്പിക്കൊടുത്ത സഹോദരിയാണ് അച്ചാമ്മ. പ്രായത്തിലായാലും ആത്മബന്ധത്തിലായാലും ഏറ്റവും ചേർന്ന് നിൽക്കുന്നത് മറ്റാരുമല്ല, ദീനാമയുടെ പൊന്നാങ്ങള ജോസാങ്ങളെയാണ്. കാര്യത്തിനും തമാശയ്ക്കും കുസൃതിക്കും എല്ലാം എന്നും അവർ ഒരുമിച്ച് നിന്നു, വടകരയിലെ ജമ്പനും തുമ്പനും എന്നതുപോലെ. ഒപ്പത്തിനൊപ്പം കൂട്ടിന് കുഞ്ഞാങ്ങള റെജിയുമുണ്ട്. തോർത്തിലും ബക്കറ്റിലുമായി മീൻ പിടിക്കുന്നതും കപ്പപ്പൊങ്ങുകൊണ്ട് മാല കോർക്കുന്നതും അങ്ങനെ എത്രയെത്ര ഓർമ്മകളാണ് ഇവർ പങ്കിടുന്നത്. കുസൃതി നിറഞ്ഞ ബാല്യത്തിൽ നിന്ന് പതിയെ അവൾ അക്ഷരങ്ങളുടെ ലോകത്തിലേക്ക് ചേക്കേറി. അതിരമ്പുഴ ഒറ്റക്കപ്പലുമാവ് LP സ്കൂളിൽ 1 മുതൽ 4 വരെ പഠിച്ചു. അക്ഷരം പഠിക്കാനായി പോയ നാൾ അക്ഷരത്തെറ്റ് പറ്റി കുട്ടി ബീന ദീനയായി മാറിയപ്പോൾ അവൾ ഓർത്തു കാണുകയില്ല ഭാവിയിൽ അവൾ ആദ്യ അക്ഷരവും ആദ്യ പാഠങ്ങളും പഠിപ്പിക്കുന്ന അധ്യാപികയായി മാറുമെന്ന്. തുടർന്ന് കോട്ടയം മെഡിക്കൽ കോളേജ് സ്കൂളിൽ UP ആൻഡ് ഹൈസ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കി. അതിനുശേഷം പ്രീ ഡിഗ്രി പൂർത്തിയാക്കിയത് അമലഗിരി BK കോളേജിൽ നിന്നുമാണ്. അതിനുശേഷം ബോട്ടണി പഠിക്കാനായി കോട്ടയം BCM കോളേജിൽ ചേർന്നു.
ഇനിയാണ് ദീനാമയുടെ ജീവിതത്തിലെ ട്വിസ്റ്റ്. കൂടെയുള്ള കൂട്ടുകാരൊക്കെ കൂട്ടത്തോടെ BSc നഴ്സിംഗിന് ചേർന്നപ്പോൾ തൻ്റെ ജീവിതത്തിലും ഒരു ചേഞ്ച് വേണമെന്ന് ദീനാമ ആഗ്രഹിച്ചു. അങ്ങനെ TTCക്ക് ചേർന്നു. ബോട്ടണിയിലൂടെ നേച്ചറിനെ അടുത്തറിയാൻ ശ്രമിച്ച ദീനാമ യുവതലമുറയെ നല്ലൊരു നാളേക്കായി നർച്ചർ ചെയ്യുന്ന അധ്യാപികയായി മാറി. ഗാന്ധി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഹിസ്റ്ററിയിൽ BA ഡിഗ്രിയും ദീനാമ സ്വന്തമാക്കി. ഈ കാലയളവിൽ മുടിയൂർക്കര ഹോളി ഫാമിലി ദേവാലയത്തിൽ വേദപാഠം പഠിക്കുകയും ആത്മീയതയിലേക്കുള്ള വാതിൽ തുറക്കുകയും ചെയ്തു. പഠനത്തോടൊപ്പം സ്പോർട്സിലും ദീനാമ മികവ് പുലർത്തി. ഹാൻഡ്ബോൾ, ക്രിക്കറ്റ്, അത്ലറ്റിക്സ് എന്നിവയിൽ സമ്മാനങ്ങൾ വാരിക്കൂട്ടി. സംസ്ഥാന തലത്തിലും രാജ്യാന്തര തലത്തിലും വിജയങ്ങളും അംഗീകാരങ്ങളും സ്വന്തമാക്കി. ഇനി ആർക്കും അറിയാത്തൊരു സത്യമുണ്ട്. സ്പോർട്സിൽ താരമാകുന്നതിനു മുമ്പ് ക്ലാസിക്കൽ ഡാൻസും ദീനാമ ടീച്ചർ പയറ്റിയിട്ടുണ്ട്. ആർപ്പൂക്കര സുബ്രഹ്മണ്യ ക്ഷേത്രത്തിൽ അരങ്ങേറ്റം കുറിക്കുകയും ചെയ്തു. പിന്നീട് അധ്യാപനത്തിനായി ഒരു ദേശാടന കിളിയെപ്പോലെ പല നാടുകളിലേക്ക് പറന്നു. ഉത്തർപ്രദേശിലെ നൗട്ടൻബ ഹോളി ക്രോസ് സ്കൂളിലും ആന്ധ്രാപ്രദേശിലെ കോവൂർ TT ഇംഗ്ലീഷ് മീഡിയം സ്കൂളിലും കോത്താട്ടുകുളം മേരിഗിരി സ്കൂളിലും ദീനാമ ടീച്ചർ പഠിപ്പിച്ചു. തുടർന്ന് കൈപ്പുഴ സെന്റ് ത്രേസ്യാസ് LP സ്കൂൾ, മംഗലഗിരി സെന്റ് മേരീസ് LP സ്കൂൾ, മാലക്കല്ല് സെന്റ് മേരീസ് UP സ്കൂൾ, കരിപ്പാടം കാരുണ്യാമ LP സ്കൂൾ, മ്രാല തട്ടാരത്തട്ട് സെന്റ് പീറ്റേഴ്സ് UP സ്കൂൾ, പുന്നത്തുറ സെന്റ് തോമസ് ഗേൾസ് ഹൈസ്കൂൾ എന്നിവിടങ്ങളിലും സേവനം അനുഷ്ഠിച്ചു. ഇതിൽ തന്നെ പുന്നത്തുറ സ്കൂളിൽ ഗൈഡ് ക്യാപ്റ്റൻ ആവുകയും ചെയ്തു. പിന്നീട് PSC വഴി 2005 ജൂലൈ 13 മീനടം ഗവൺമെൻറ് LP സ്കൂളിൽ നിയമനം ലഭിച്ചു. അങ്ങനെ ഇരവിനല്ലൂർ ഗവൺമെൻറ് LP സ്കൂളിൽ 18 വർഷം അധ്യാപികയായി. ഇവിടെ വെച്ച് KER, ഡിപ്പാർട്ട്മെൻറ്റ് ടെസ്റ്റ് എന്നിവ പാസ്സായി. പാത്താമുട്ടം ഗവൺമെൻറ് LP സ്കൂളിൽ HM ആയി നിയമനം ലഭിച്ചു. ഈ കാലയളവിൽ വാകത്താനം സെയിൻറ്റ് മാത്യൂസ് പള്ളിയിലെ വേദപാഠ അധ്യാപികയും ആയിരുന്നു. അധ്യാപനത്തോട് അടങ്ങാത്ത അഭിനിവേശം. 1996 നവംബർ 24 താടിക്കാരൻ കോൺട്രാക്ടർ ടീച്ചറുടെ ജീവിതത്തിൽ കടന്നു വരുന്നത്. അങ്ങനെ കൊച്ചുപറമ്പിലെ വലിയ ചേച്ചിയായി ദീനാമ മാറി. അവളുടെ ജീവിതയാത്രയിലും പ്രൊഫഷണൽ വളർച്ചയിലും ഭർത്താവ് ബൈജുവിൻ്റെ അകമഴിഞ്ഞ പിന്തുണ എന്നും ഉണ്ടായിരുന്നു. ലേറ്റ് ആകുമ്പോൾ സ്കൂളിൽ കൊണ്ടുപോയി വിടുന്നതിനും സ്കൂളിൻ്റെ ഓടിളകിയപ്പോൾ അത് ശരിയാക്കാനും ആനുവൽ ഡേക്ക് സ്റ്റേജ് ഒരുക്കുന്നതിനുമൊക്കെ അദ്ദേഹം എന്നും ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. The rare bond and love they share is unmatchable even today. പിന്നെ അവരുടെ ജീവിതത്തിന് നിറമേകാൻ 3 മാലാഖ കുഞ്ഞുങ്ങളും എത്തി. ബെൻഹർ, ബെന്യാമിൻ ആൻഡ് ബെഞ്ചമിൻ. ഇവരിൽ രണ്ടാമത്തെ മകനായ ബെന്യാമിനാണ് അവൻ്റെ അമ്മയായ ദീനാമ ടീച്ചറിനെ ഹെഡ് മിസ്ട്രസ് ആകാനുള്ള ടെസ്റ്റ് എഴുതാൻ മോട്ടിവേറ്റ് ചെയ്തത്. ഇന്ന് ബെന്യാമിൻ നമ്മോടൊപ്പം പ്രത്യക്ഷത്തിൽ ഇല്ലെങ്കിലും സ്വർഗത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ ഭൂമിയിൽ അവൻ്റെ ആഗ്രഹം നേടിയെടുത്തു. അങ്ങനെ ജൂൺ 15 ദീനാമ ടീച്ചർ ഹെഡ് മിസ്ട്രസ്സായി മാറി. കുട്ടികളോട് ചേർന്ന് നിൽക്കാൻ ആഗ്രഹിച്ച ടീച്ചർക്ക് HM റോൾ ഒരു ചെറിയ കയ്പുള്ള വലിയ മധുരമായിരുന്നു. പുതിയ ചുമതല പൂർണ്ണ ഉത്തരവാദിത്തോടു കൂടി നിർവഹിക്കുമ്പോഴും കുട്ടികളുമായി കൂടുതൽ സമയം ചെലവിടാനായി ദീനമ്മ ടീച്ചർ ആഗ്രഹിച്ചു. അതിനായുള്ള സമയം കണ്ടെത്തി അവരുടെ ഭാവി ശോഭനമാക്കി. അങ്ങനെ 2025 ഏപ്രിൽ 30 സർവീസിൽ നിന്ന് റിട്ടയറായി. ഒന്നുറപ്പാണ്, she may have retired from the classroom, but never from the hearts of her students. ഈ നിമിഷം ആദ്യമായി ദീനാമ ടീച്ചറുടെ സർവീസ് ബുക്ക് ഓപ്പൺ ചെയ്ത രാധമ്മ ടീച്ചറിനെയും മറ്റ് എല്ലാ അധ്യാപകരെയും ഓർക്കുന്നു. To teach is to touch a life forever, and she didn't just touch one but transformed many. അധ്യാപന ജീവിതത്തിൻ്റെ ലാസ്റ്റ് ബെൽ മുഴങ്ങുമ്പോൾ അഭിമാനിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ടീച്ചറിന്. തൃപ്തിയോടെ റിട്ടയർമെൻറ്റിലേക്ക് പ്രവേശിച്ച ദീനാമ ടീച്ചറെ തേടി പുതിയ വഴികളും പുതിയ വിജയങ്ങളും പുതിയ സന്തോഷങ്ങളും എത്തട്ടെ. Behind every great man is an extraordinary teacher who believed in him first. Thank you ദീനാമ ടീച്ചർ, ഞങ്ങളെ സ്നേഹിച്ചതിന്, വഴി കാട്ടിയതിന്, സ്വപ്നം കാണാൻ പഠിപ്പിച്ചതിന്.
ഓർമ്മകളോടിക്കളിക്കുവാനെത്തുന്നു മുറ്റത്തെ ചക്കരമാവിൻ ചുവട്ടിൽ, മുറ്റത്തെ ചക്കരമാവിൻ